Hello. So today we are going to start off our new chapter, chapter 8, which says keeping diseases at bay. Okay, നമ്മൾ അസുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So you see, നമ്മൾ ടീച്ചർ വായിച്ചു തരാം. Appu was busy with the final preparation to take part in the sub-district science fair. It was then that he fell ill. അപ്പു ഇങ്ങനെ സയൻസ് ഫെയറിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരമാണ് അസുഖം പിടിച്ചത്. He took medicine, but the fever did not subside. മരുന്നെടുത്തു എന്നാലും പനി മാറിയില്ല. As directed by his doctor, when a blood test was done, he came to know that he was suffering from dengue fever. അന്നേരം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ബ്ലഡ് നോക്കിയപ്പോഴും മനസ്സിലായി അപ്പുവിന് ഡെങ്കി പനിയായിരുന്നു എന്ന്. Having reached the district level competition the previous year, it was a strong desire to participate at the state level this time. So district level കഴിഞ്ഞ വർഷം എത്തിയത് കൊണ്ട് ഈ വർഷം ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അപ്പുവിന് ഭയങ്കര ആഗ്രഹം. Now look at Appu's condition. What might be the circumstances that caused dengue fever? Have you ever been unable to carry out your pre-planned programs due to diseases of this kind? So അപ്പുവിനെ പോലെ തന്നെ നമ്മൾ കുറെ പ്ലാനിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം അസുഖങ്ങളൊക്കെ വരാം. ആ അസുഖം കാരണം നമ്മുടെ കുറെ പ്ലാൻ ചെയ്ത പ്രോഗ്രാം ഒന്നും നടക്കാതെ പോകുന്നുണ്ട്. റൈറ്റ്? സോ എന്തുകൊണ്ടാണ് അങ്ങനത്തെ പനികളും ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത്? Okay, why is it that you have fevers spreading out like this? Now, what could be the reason for the increase of such diseases during the rainy season? എന്തുകൊണ്ടാണ് ഇങ്ങനെ അസുഖങ്ങളെല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്? Okay, and enlist the diseases you are aware of. നമുക്കറിയാവുന്ന കുറെ ഡിസീസസ് ഇതിൽ കാണിക്കാനാണ് പറയുന്നത്. Okay, so you see the different diseases. You can see fever, stomach ache, headache, diarrhea, and cold. Fever, pani, stomach ache, vayirvedana, headache, തലവേദന, diarrhea, വയറ്റിളക്കം, and cold. നമുക്ക് cold വരുന്നത്. Okay, പനി പോലെ വരുന്നത്. Now, what causes? Okay, are all these diseases contagious? ഇതെല്ലാം കണ്ടേജിയസ് ആണ്. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ആൾക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ? സോ അത് നമ്മൾ ഓരോ അസുഖം അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ വി നോ ദാറ്റ് എല്ലാ അസുഖങ്ങളും കണ്ടേജിയസ് അല്ല. Okay, now how are diseases transmitted? Okay, എങ്ങനെയാണ് ഒരു അസുഖം പലർക്കും ഇങ്ങനെ അങ്ങ് വരുന്നത്? Okay, so you see, hope you studied earlier that mosquitoes, houseflies, rats, etc. transmit diseases. So നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കൊതുക്, ഈച്ച, എലി ഇതെല്ലാം ഡിസീസ് അസുഖങ്ങൾ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. Now what causes diseases? ഈ ഡിസീസസ് എന്താണ് കോസ് ചെയ്യുന്നത്? Okay, so you can see that diseases are caused by, so how are the diseases transmitted? എങ്ങനെയാണ് ഒരാൾക്ക് ഒരാളുടെ അസുഖം മറ്റൊരാൾക്ക് ഇങ്ങനെ മാറി തിരിഞ്ഞും വരുന്നത്? Okay, so നമ്മൾ മൊസ്കിറ്റോസിന്റെ കാര്യമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു, അതുപോലെ ഹൗസ് ഫ്ലൈയും റാറ്റ്സിന്റെ കാര്യം വായിച്ചായിരുന്നു. Now during the monsoon season, mosquitoes lay their eggs in stagnant water in streams and other places. നമ്മൾ കാണുന്നുണ്ട് മഴക്കാലത്താണെങ്കിൽ കൊതുക് അതിന്റെ മുട്ട ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്ത് മുട്ട ഇടുന്നുണ്ട്. റൈറ്റ്? സോ മൊസ്കിറ്റോ സ്പ്രെഡ് ഡിസീസസ് ലൈക്ക് ഡെങ്കി, ചിക്കൻഗുനിയ ആൻഡ് മീസൽസ്. കൊതുകാണ് ഡെങ്കി, ചിക്കൻഗുനിയ, മീസൽസ് എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. റാറ്റ്സ് ആൻഡ് ഹൗസ് ഫ്ലൈസ് multiply when the waste builds up. So ഇങ്ങനെ നമ്മൾ ഈ അഴുക്കെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോഴത്തേക്ക് എലിയും ഈച്ചയും എല്ലാം കൂടെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. Leptospirosis is spread through the sewage water mixed with rats urine. So leptospirosis എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഈ എലിയുടെ മൂത്രവും നമ്മുടെ ഈ അഴുക്ക് വെള്ളവും കൂടെ മിക്സ് ആയിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ അസുഖങ്ങൾ പിടിപ്പിക്കുന്നത്. Okay, leptospirosis എന്ന് പറയുന്ന അസുഖമാണ് ഇങ്ങനെ പടരുന്നത്. Okay, now flies that lay their eggs in waste spread the germs of diseases such as cholera and diarrhea. ഈച്ചകള് അവരുടെ മുട്ട എല്ലാം ഈ വേസ്റ്റിനകത്ത് അങ്ങ് ഇടും. എന്നിട്ട് അത് കാരണം ഈ ജേംസ്, അതിന് അണുക്കളെല്ലാം ഓരോ അസുഖങ്ങളുടെ അണുക്കളെല്ലാം കൂടെ അങ്ങ് സ്പ്രെഡ് ആവും. ജസ്റ്റ് ലൈക്ക്, സോ എന്തൊക്കെ ടൈപ്പിലെ അസുഖങ്ങളാണ്? കൊളറ ആൻഡ് ഡയറിയ. Okay, now
Now we see what causes the diseases. We see microorganisms. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് കാണുന്നുണ്ട് microorganisms causes diseases. Now ഏതൊക്കെ microorganisms ആണ് diseases spread ചെയ്യുന്നത്? You can see bacteria, virus and fungus spreads diseases, causes diseases. Okay, so we can see bacteria ഇങ്ങനെ ഇരിക്കും, virus കണ്ടോ ഇത് ഇങ്ങനെ ഇരിക്കും, fungus ഇങ്ങനെ ഇരിക്കും. So ഇതിനെല്ലാം പറയുന്നതാണ് microorganisms. Diseases are caused by the action of microorganisms like virus, fungus and bacteria. അസുഖങ്ങൾ എന്ന് പറയുന്നത് ഈ ബാക്ടീരിയ, വൈറസും ഫംഗസും പോലത്തെ മൈക്രോ ഓർഗാനിസംസിൽ നിന്നാണ് ഈ ഡിസീസസ് എല്ലാം ഉണ്ടാവുന്നത്. Diseases spread when these microorganisms gets transmitted from one infected person to another. അസുഖങ്ങൾ എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? ഒരാളുടെ അടുത്തു നിന്ന് മറ്റൊരാൾക്ക് ഇങ്ങനെ മാറിയും തിരിഞ്ഞു വരുമ്പോഴാണ്, അങ്ങനെയാണ് ഒരു ഡിസീസ് സ്പ്രെഡ് ആവുന്നത്. ഓക്കെ, നൗ കാരിയേഴ്സ് ഓഫ് ഡിസീസസ്, ഓരോ അണുക്കൾ ക്യാരി ചെയ്യുന്ന എന്തൊക്കെയാണ്? സോ യു ക്യാൻ സി ഹൗസ് ഫ്ലൈ ക്യാരി ചെയ്യുന്നുണ്ട്, ഓരോ ജേംസ് ക്യാരി ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഓരോ അഴുക്ക് സ്ഥലങ്ങളിൽ പോയി അതിന്റെ വേസ്റ്റിന് മണ്ടയ്ക്ക് ഇരുന്നിട്ട് പിന്നെയും ഈ ഈച്ച വന്ന് പറന്ന് നമ്മുടെ ആഹാര സാധനത്തിന്റെ മണ്ടയ്ക്ക് വന്ന് ഇരിക്കും. അന്നേരം അതിന്റെ ദേഹത്തുള്ള ആ ജേംസ് എല്ലാം കൂടെ അഴുക്ക് സാധനത്തുനിന്ന് നമ്മുടെ ആഹാര സാധനത്തിന്റെ മണ്ടയ്ക്ക് അത് സ്പ്രെഡ് ആവുന്നുണ്ട്, റൈറ്റ്? നൗ കോമൺ കോൾഡ് ആൻഡ് ജോണ്ടിസ് ആർ ടു ഡിഫറെന്റ് ഡിസീസസ്. ഡു യു തിങ്ക് ദേ ബോത്ത് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ ദ സെയിം വേ? ഈ കോമൺ കോൾഡും ജോണ്ടിസ് എന്ന് പറയുന്ന രണ്ട് വേറെ വേറെ ഡിസീസസ് ആണ്. ഇതെല്ലാം ഒരുപോലെയാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? You see are different diseases like chikungunya, dengue fever, filariasis and diarrhea spread by the same creature. ഈ chikungunya, dengue പനി, filariasis and diarrhea ഇതെല്ലാം ഒരു ക്രീച്ചർ തന്നെയാണോ? ഇത് ഒരു മൈക്രോ ഓർഗാനിസം തന്നെയാണോ ഇത് സ്പ്രെഡ് ആക്കുന്നത്? സോ യു ക്യാൻ സി, നമ്മൾ കാണുന്നുണ്ട് ഈ ഫിലേറിയാസിസ്, മലേറിയ, ഡെങ്കിപ്പനി ആൻഡ് ചിക്കൻഗുനിയ എല്ലാം മോസ്കിറ്റോയിലൂടെയാണ് സ്പ്രെഡ് ആവുന്നത്. ഈച്ചയിലൂടെ സ്പ്രെഡ് ആവുന്നത് കൊളറ ആൻഡ് ഡയറിയ. ആൻഡ് അതുപോലെ തന്നെ എയറിലൂടെ, നമ്മുടെ കാറ്റിലൂടെ സ്പ്രെഡ് ആവുന്നതാണ് കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്, മീസൽസ് ആൻഡ് ട്യൂബർകുലോസിസ്. ഓക്കെ, ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഉള്ള ഡിസീസസ് ഏതൊക്കെയാണ് സ്പ്രെഡ് ആവുന്നത്? കൺജങ്ക്ടിവൈറ്റിസ്, കണ്ണിന് ചെങ്കണ്ണ് ബാധിക്കുന്ന ചെങ്കണ്ണ്, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് ട്രാൻസ്മിറ്റ് ആവത്തുള്ളൂ. അതുപോലെ ലെപ്രസി. Okay, so these are the diseases that get spread like that. Now what are the ways by which disease causing microorganisms gets transmitted from one person to another? ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് എങ്ങനെയാണ് ഒരു ഡിസീസ് സ്പ്രെഡ് ആവുന്നത്? You can see through water, വെള്ളത്തിലൂടെ, through food, ആഹാരത്തിലൂടെ, through air, കാറ്റിലൂടെ, and through creatures, ഓരോ മൃഗങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട് മൈക്രോ ഓർഗാനിസംസ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു, ഡിസീസസ് കോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. Now diseases transmitted from one person to another are called contagious diseases. ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് ഡിസീസസ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, മാറിയും തിരിഞ്ഞു പോകുമ്പോൾ അതിന് പറയുന്നതാണ് contagious diseases. See this? Contagious diseases. Okay, so they are called contagious diseases. Common cold, conjunctivitis, cholera, typhoid, chikungunya, dengue fever, filariasis, jaundice and rat fever. Okay, ഇതെല്ലാം contagious diseases ആണ്. Okay, ഇതെല്ലാം പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും ചെയ്യും. Now leptospirosis are some common contagious diseases in our place. So leptospirosis നമ്മൾ പറഞ്ഞു, എലിയുടെ മൂത്രത്തിൽ നിന്ന് നമ്മുടെ അഴുക്കായ വെള്ളത്തിലോട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞിട്ട് ആ സ്ഥലം മൊത്തം അങ്ങ് അസുഖങ്ങൾ പകരുന്നുണ്ട്, റൈറ്റ്? സോ ദാറ്റ് ഇസ് മോഡ് ഓഫ് contagious diseases. Now mode of transmission, എങ്ങനെയാണ് ഒരു അസുഖം എങ്ങനെയാണ് ഒരു അസുഖം സ്പ്രെഡ് ആവുന്നത്, അതുപോലെ അസുഖങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? Now എയറിലൂടെ, ത്രൂ എയറിലൂടെ നമ്മൾ കാണുന്നുണ്ട് കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്, മീസൽസ് ആൻഡ് ട്യൂബർകുലോസിസ്. നമ്മൾ ഈ അസുഖങ്ങളെല്ലാം എയറിലൂടെ, കാറ്റിലൂടെ ആണ് നമ്മൾ പടരുന്നത്. Now ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, ആഹാരവും വെള്ളത്തിലൂടെ ഏതൊക്കെ അസുഖമാണ് വരുന്നത്? റാറ്റ് ഫീവർ, ടൈഫോയിഡ്, കൊളറ ആൻഡ് ജോണ്ടിസ്. ഇതാണ് ആഹാരവും വെള്ളത്തിലൂടെ പകരുന്നത്. Now ത്രൂ ഹൗസ് ഫ്ലൈ, ഈച്ചയിലൂടെ വരുന്നത് എന്താണ്? കൊളറ ആൻഡ് ഡയറിയ, അല്ലേ? കൊളറ ആൻഡ് ഡയറിയ ആണ് ഈച്ചയിലൂടെ വരുന്നത്. Now ത്രൂ മൊസ്കിറ്റോ, കൊതുകലിൽ നിന്ന് എങ്ങനെയാ വരുന്നത്?
filariasis, malaria, dengue fever, chikungunya. അന്നേരം കൊതുകിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളാണ് ഇതെല്ലാം. Now through contact, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അസുഖം വരുന്നത്? Conjunctivitis and leprosy. തൊട്ട് കഴിഞ്ഞാൽ വരുന്ന അസുഖങ്ങളാണ് conjunctivitis and leprosy. I just discussed this with you earlier. Now you have now understood that different diseases spread in different ways. നമ്മൾ കാണുന്നുണ്ട് പല അസുഖങ്ങൾ പല രീതിയിലാണ് സ്പ്രെഡ് ആവുന്നത്. Which of the above modes of transmission caused dengue fever in Appu? അന്നേരം എങ്ങനെയാണ് ഈ ഡെങ്കി ഫീവർ സ്പ്രെഡ് ആയത്? We see dengue fever spreads through mosquitoes. കൊതുകിൽ നിന്ന്. Wasn't it the bite of a tiny mosquito that shattered Appu's dreams? ഒരു കൊച്ചൊരു കൊതുക് വന്ന് കടിച്ചതാണ് അപ്പുവിന്റെ പ്രോഗ്രാമിന് അപ്പുവിന് പോകാൻ പറ്റാത്ത രീതിയിൽ ആക്കിയത്. Right? So you have to be careful about all of them. Now, if mosquitoes are kept away, എങ്ങനെയാണ് കൊതുകിനെ ദൂരെ മാറ്റി നിർത്തുന്നത്? What are the diseases that can be prevented by destroying mosquitoes? നമ്മൾ എന്തൊക്കെ അസുഖങ്ങളാണ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നത് മൊസ്കിറ്റോസിനെ കൊന്നു കഴിഞ്ഞാൽ? Okay, you can see we have filariasis, malaria, dengue fever and chikungunya നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അതുപോലെ where do mosquitoes lay their eggs and multiply? എവിടാണ് മുട്ടയിടുന്നത്? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്താണ് ഈ stagnant water. Mosquitoes lay their eggs in stagnant water. Now, what are the favorable situations in your place for mosquitoes to lay eggs and multiply? എങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൊതുക് മുട്ടയിടുന്നത്? So you see, the favorable situation ഏതൊക്കെയാണ്? Water in flower pots, ചെടിച്ചട്ടിക്കകത്തുള്ള വെള്ളം. പിന്നെ water in the thrown away tire, പഴയ കിടക്കുന്ന പന്ന ടയറിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന അതിനകത്ത്. Water in the drainageനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതിനകത്ത്. Stagnant water on the ground, തറയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്താണ് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം കൊതുകിനെ ഫേവറബിൾ സിറ്റുവേഷൻ ആയിട്ട് ഇതിങ്ങനെ കൂട്ടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അല്ലേ? അതിനെ പെരുകാനുള്ള ഒരു അത് മുട്ടയിട്ട് പെരുകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. Now, how can we prevent the multiplication of mosquitoes? എങ്ങനെയാണ് നമ്മൾ മൊസ്കിറ്റോസിനെ എല്ലാം വളരാതെ നമ്മൾ ഒരു സ്ഥലം ക്ലീൻ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെ പെരുകാതെ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്നത്? കീപ് ഡ്രെയിനേജ് ക്ലീൻ ആൻഡ് ക്ലോസ്. നമ്മൾ ഡ്രെയിനേജ് പോകുന്ന വെള്ളം ആ പോകുന്ന സ്ഥലം എല്ലാം ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യണം, ക്ലോസ്ഡ് ആയിട്ടും അടച്ചിരിക്കുകയും ചെയ്യണം. കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ. ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം ക്ലീൻ ആയിട്ട് ഇരിക്കണം. Now use mosquito nets. കൊതുക് വലകളെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് ഡേർട്ടി വാട്ടർ. കെട്ടിക്കിടക്കുന്ന അഴുക്ക് വെള്ളത്തിനെ നമ്മൾ മാറ്റി നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. കെട്ടിക്കിടക്കാതെ അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം. Okay. All right. Now, aren't we responsible for creating favorable situations in our house and surroundings for the growth of mosquitoes? So, നമ്മൾ എല്ലാവരും responsible ആയിരിക്കുന്ന individuals ആണ് for creating favorable situations in our house and for the growth of mosquitoes. Okay. And preventing the growth of mosquitoes. Now, examine the pictures and write down the situations favorable for the multiplication of mosquitoes. ഇത് ടീച്ചർ ഇപ്പം പറഞ്ഞു തന്നു എന്തൊക്കെയാണെന്ന്. ഇതുപോലെ നിങ്ങൾ ഇവിടെ എഴുതണം. എന്തൊക്കെയാണ് ഫേവറബിൾ സിറ്റുവേഷൻ എന്ന് ചോദിക്കുന്നത് നമ്മൾ ഹൗ ടു പ്രിവെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതണം. ഓക്കെ, ആൻഡ് ദെൻ യു സി and then you can see that you have uncovered air pipes of septic tank. See, you see നമ്മൾ കാണുന്നുണ്ട് ഫേവറബിൾ ഏതൊക്കെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മൊസ്കിറ്റോസിന് ഫേവറബിൾ ആയിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? യു ക്യാൻ സി ഇവിടെ കാണാം. നമുക്ക് ഇതാണ് വാട്ടർ ഇൻ ഫ്ലവർ പോട്ട്സ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾ ഇതെല്ലാം എഴുതണം. സറൗണ്ടിങ്സ് ലെഫ്റ്റ് അൺഹൈജീനിക് ആൻഡ് ക്ലിയർഡ്, അൺകവേർഡ് എയർ പൈപ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് അന്നേരം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഇത് എഴുതാം. ഓക്കെ, വാട്ടർ ഇൻ ഫ്ലവർ പോട്ട്സ് ഇതൊക്കെയാണ് അതിന്റെ പെരുകാനുള്ള സ്ഥലങ്ങൾ. റൈറ്റ്, ആൻഡ് ദെൻ then you can see, hope you understood the different situations in which they multiply. What are the measures to be taken? എങ്ങനെയാണ് നമ്മൾ അത് മൾട്ടിപ്ലൈ ആവാതെ നമ്മൾ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. Right, teacher just explain that to you. All right, so I think this is enough for today. I'll take the rest of the chapter in the next class.